പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പിയുമായി ചേർന്ന് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ വിവരങ്ങൾ കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിയുമായി ചേർന്ന് കോൺഗ്രസ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് CPIM ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പുൽപ്പള്ളിയിൽ LDF 9 സീറ്റുകളിലും UDF 8 സീറ്റുകളിലും BJPക്ക് 4 സീറ്റുകളിലുമാണ് അവിടെ വിജയമുണ്ടായതെങ്കിൽ ഒറ്റകക്ഷി എന്ന നിലയിൽ LDF ആണ് അവിടെ വിജയിക്കുകയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളെല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പായപ്പോൾ BJPയുമായി പരസ്യമായുള്ള കൂട്ടുകെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ തന്നെ സമ്മതനായ നേതാവും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ MT കരുണാകരൻ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ചാണ് അവിടെ BJPക്കും കോൺഗ്രസിനും പരസ്പരം സഹകരിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന നിലയുണ്ടായത് എന്നത് കോൺഗ്രസിൻ്റെ മെമ്പറായിട്ടുള്ള MT കരുണാകരൻ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലെല്ലാമുള്ള സമുന്നതരായ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് വയനാട്ടിൽ വെച്ച് അവരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ സമീപനം രൂപീകരിക്കുന്നതിനും വേണ്ടിയാണ് അവർ ഇവിടെ ക്യാമ്പ് ചേർന്നത് എന്നതാണ് അവർ വിശദീകരിച്ചത്. ഇതാണോ അവരുടെ സമീപനം? തെരഞ്ഞെടുപ്പിൽ ഈ സമീപനമാണോ അവർ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്നത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ക്യാമ്പിൽ പങ്കെടുത്ത KPCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള പുൽപ്പള്ളിക്കാരനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അദ്ദേഹമാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് വേണ്ടി അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ദ്വിദിന ക്യാമ്പിൽ ചുമതലപ്പെടുത്തിയതനുസരിച്ചാണോ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ആ ക്യാമ്പിൽ രൂപീകരിച്ച നയത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ രൂപത്തിലുള്ള ഒരു BJPയുമായുള്ള ബാന്ധവം ഉണ്ടായത് എന്നത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ടെസ്റ്റ് ഡോസായിട്ടാണ് പുൽപ്പള്ളിയിൽ ഇങ്ങനെയൊരു പരസ്യമായ രൂപത്തിലുള്ള ബാന്ധവം BJPയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറാവണം. BJPയുമായി ചേർന്ന് അധികാരത്തിന് വേണ്ടി BJPയുമായി ചേരാൻ യാതൊരു മടിയുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നത് വളരെ ഗൗരവമായി കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറാവണം എന്നതാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ആവശ്യപ്പെടാനുള്ളത്.